നമസ്കാരം, സോൾഫുൾ ലാൻഡ്സ്കേപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈറ്റ് ഒരു നോൺ ഡിസ്ട്രക്റ്റീവ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. എന്നാൽ ഫോട്ടോഷോപ്പിനെ പറ്റി പൊതുവെ ആരും അങ്ങനെ പറഞ്ഞു കേൾക്കാറില്ല. എന്നാൽ നമുക്ക് ഫോട്ടോഷോപ്പിനെ നോൺ ഡിസ്ട്രക്റ്റീവ് ആയിട്ട് ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കാൻ സാധിക്കും, അഡ്ജസ്റ്റ്മെൻറ്റ് ലെയേഴ്സ് എന്ന് പറയുന്ന സാധ്യത ഉപയോഗിക്കുകയാണെങ്കിൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫോട്ടോഷോപ്പിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയേഴ്സ് എന്ന് പറയുന്ന സാധ്യതകളെ പറ്റിയാണ്. ഒരു ചിത്രത്തിൻ്റെ സഹായത്തോടു കൂടി നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഫയൽ ഓപ്പൺ, ഒരു പടം നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. അഡ്ജസ്റ്റ്മെൻറ്റ് ലെയേഴ്സ് നമുക്ക് രണ്ട് തരത്തിൽ ഫോട്ടോഷോപ്പിൽ എടുക്കാം. അതിൽ ഒന്ന്, ലെയേഴ്സ് പാനലിലെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സർക്കിളിൽ പിടിച്ച് നിൽക്കുമ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയേഴ്സിൻ്റെ ലിസ്റ്റ് ഉണ്ട്. അതിൽ ഏത് ക്ലിക്ക് ചെയ്യുന്നോ ആ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ അപ്പോൾ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെയും പല പല ഓപ്ഷനുകൾ അവൈലബിൾ ആയി വരും. ഇതിലേത് നിൽക്കുന്നോ ആ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്നുള്ളത് ഇവിടെ വിസിബിൾ അല്ലെങ്കിൽ വിൻഡോ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ടിക്ക് വരുമ്പോൾ അത് വിസിബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറുകളെയാണ് കാണാൻ പോകുന്നത്, ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് ആൻഡ് ലെവൽസ്. അപ്പോൾ നമുക്ക് ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിനെ കാണാം. അതിനുവേണ്ടി അത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ് എന്ന് പറയുന്ന രണ്ട് ഓപ്ഷനുകളുണ്ട്. ബ്രൈറ്റ്നസ് കൂട്ടുമ്പോൾ നമ്മുടെ മൊബൈലിലെ ബ്രൈറ്റ്നസ് ഒക്കെ കൂടുന്ന പോലെ തന്നെ ഈ ഇമേജിൻ്റെ ബ്രൈറ്റ്നസ് കൂടും. റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ബ്രൈറ്റ്നസ് കൂടും, ലെഫ്റ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ബ്രൈറ്റ്നസ് കുറയും. നമ്മൾ ഇമേജിൻ്റെ കോൺട്രാസ്റ്റ് കൂട്ടുമ്പോൾ ഇതിൽ ഡാർക്ക് ആയിട്ടുള്ള ഭാഗങ്ങൾ കൂടുതൽ ഡാർക്ക് ആകുകയും ബ്രൈറ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ കൂടുതൽ ബ്രൈറ്റ് ആകുകയും ചെയ്യും. അത് നമ്മൾ പടത്തിന് കൂടുതൽ ഡെപ്ത് ഉള്ളതായിട്ട് ഫീൽ ചെയ്യാൻ സഹായിക്കും. പിന്നെ ഇതിൽ വേറെ കുറച്ച് ഓപ്ഷൻസ് ഉള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൻ്റെ എഫക്റ്റ് അതിൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന ലെയറിൽ മാത്രമായിരിക്കും ബാധകമായിട്ട് വരുന്നത്. ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യാത്ത സിറ്റുവേഷനിൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൻ്റെ എഫക്റ്റ് അതിൻ്റെ താഴെ കിടക്കുന്ന എല്ലാ ലെയറുകളിലും ബാധകമായിരിക്കും. ഈ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് അതിൻ്റെ തൊട്ട് മുമ്പത്തെ സ്റ്റേറ്റുമായിട്ട് ഒന്ന് ടോഗിൾ ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. എന്ത് മാറ്റമാണ് വന്നത്, നമ്മളിപ്പോൾ ചെയ്ത മാറ്റം കൊണ്ട് എന്ത് മാറ്റം ഉണ്ടായി എന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ്. അടുത്തത് റീസെറ്റ് ആണ്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷനുകളും അതിൻ്റെ റീസെറ്റായി അതിൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള 0 എന്നുള്ള ഓപ്ഷനിലേക്ക് പോകും. അടുത്തത് ഐബോൾ ബട്ടൺ. അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലും കണ്ടതാണ്. ഇത് എനേബിൾ ചെയ്തിരിക്കുമ്പോഴായിരിക്കും ഈ ലെയർ വിസിബിൾ ആയിരിക്കുന്നത്. ഇത് മാറ്റുമ്പോൾ ആ ലെയർ വിസിബിൾ അല്ലാതെയാവും. അപ്പോൾ അതിൻ്റെ മാറ്റങ്ങളൊന്നും ഇല്ലാത്തതാണ് നമുക്ക് ഫീൽ ചെയ്യാത്തത്. ഞാൻ ജസ്റ്റ് കോൺട്രാസ്റ്റ് ഒന്ന് കൂട്ടി വെക്കുന്നു. ഇനി ഐബോൾ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് വിസിബിൾ അല്ലാതെയായി. ഐബോൾ ബട്ടൺ എനേബിൾ ചെയ്തപ്പോൾ ആ ലെയർ വിസിബിൾ ആയി. പിന്നെ ഇത് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിനെ ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള ഓപ്ഷനാണ്. തൽക്കാലം ഞാനത് ഡിലീറ്റ് ചെയ്യുന്നില്ല. ഇനി ഇവിടെ ഉള്ള മറ്റൊരു ഓപ്ഷൻ ഓട്ടോ എന്ന് പറയുന്നതാണ്. ഓട്ടോ എന്ന് പറയുമ്പോൾ ഫോട്ടോഷോപ്പ് തന്നെ ഓട്ടോമാറ്റിക്കലി ഈ ഫോട്ടോയ്ക്ക് പറ്റിയ ഒരു ബ്രൈറ്റ്നസും കോൺട്രാസ്റ്റും അവരുടെ അൽഗോരിതം വെച്ച് സെറ്റ് ചെയ്ത് തരും. നമുക്ക് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അത്ര അടിപൊളി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ ഇവിടെ യൂസ് ലെഗസി എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. അത് അഡോബി തന്നെ പറയുന്നത് ഫോട്ടോഗ്രാഫിക് പർപ്പസുകൾക്ക് അത്ര ഉചിതമല്ല എന്നാണ്. അതിൻ്റെ കാരണം അവർ പറയുന്നത്, നമ്മൾ ഇത് എനേബിൾ ചെയ്തിട്ട് വരുന്ന മാറ്റങ്ങൾ വളരെ പ്രൊപ്പോർഷണൽ ആയിട്ട് എല്ലാ പിക്സൽസിലും അതിന്റെ ബാധകമാകും. അതായത് ഇപ്പോൾ കോൺട്രാസ്റ്റ് നമ്മൾ കൂട്ടുമ്പോൾ കൂടുതൽ ബ്ലാക്സും വൈറ്റ്സും ക്ലിപ്പായി പോകാൻ സാധ്യതയുണ്ടെന്നാണ്. നമുക്ക് ചുമ്മാ കോൺട്രാസ്റ്റ് ഒന്ന് കൂട്ടി നോക്കാം. കോൺട്രാസ്റ്റ് കൂട്ടുമ്പോൾ 60% ആയപ്പോൾ തന്നെ ബ്ലാക്സും വല്ലാതെ കൂടി വൈറ്റ്സും വല്ലാതെ കൂടി അങ്ങനെ ക്ലിപ്പായി പോകും. നമുക്ക് അവിടുത്തെ ഡീറ്റെയിൽസ് നഷ്ടപ്പെട്ടു പോകും. കാരണം യൂസ് ലെഗസി എന്നുള്ള ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ വിടുന്നു. അപ്പോൾ ഇത്രയാണ് ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ അധികം ഉപയോഗിക്കുന്നില്ല. ഇതിനേക്കാളും ഇച്ചിരി കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷനാണ് ലെവൽസ് എന്ന് പറയുന്നത്. നമുക്ക് ലെവൽസ് എന്താണെന്ന് കാണാം. നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് ആയിരുന്നു ഏറ്റവും ബേസിക് ആയിട്ട് ബ്രൈറ്റ്നസിനെയും കോൺട്രാസ്റ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇച്ചിരി കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ് ലെവൽസ്. അതിൻ്റെ അടുത്തായിട്ടുള്ളതാണ് കർവ്സ്. കർവ്സ് നമ്മൾ ഈ ആഴ്ച കാണുന്നില്ല. നമ്മൾ അടുത്ത വീഡിയോയിൽ കർവ്സിനെ പറ്റി വിശദമായിട്ട് കാണുന്നതായിരിക്കും. സോ നമ്മുടെ അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറാണ് ലെവൽസ് എന്നുള്ളത്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ ലെവൽസ് നമ്മൾ എടുക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ലെവൽസ് എന്നുള്ള ഓപ്ഷനുണ്ട്. ലെവൽസ് എടുക്കുന്നു. ലെവൽസ് വിശദമായിട്ട് കാണാനായിട്ട് ഞാൻ വേറൊരു ഇമേജ് ഓപ്പൺ ആക്കുകയാണ്. ഈ ഇമേജിൽ ലെഫ്റ്റ് സൈഡിലെ ഡാർക്ക് ഗ്രാജുവലി വൈറ്റ് ആയി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു ഇമേജിന്റെ ഹിസ്റ്റോഗ്രാമിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ ലെവൽസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഈ ലെവൽസിലെ 3 പിന്നുകളുണ്ട്. അതിൽ ലെഫ്റ്റ് സൈഡിലെ പിന്ന് നമ്മുടെ ഡാർക്ക് ആയിട്ടുള്ള പോർഷനെ റെപ്രസെന്റ് ചെയ്യുന്നു. നടുക്കത്തെ പിന്ന് മിഡ് ടോൺസും റൈറ്റ് സൈഡിലെ ഹൈലൈറ്റ്സും അല്ലെങ്കിൽ വൈറ്റ്സും എന്നുള്ള പോർഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ഡാർക്ക് ആയിട്ടുള്ള പോർഷനെ റെപ്രസെന്റ് ചെയ്യുന്ന പിന്നെ റൈറ്റ് സൈഡിലോട്ട് സ്വൈപ്പ് ചെയ്യുന്നതോറും കൂടുതൽ ഡാർക്ക് ആയിക്കൊണ്ടിരിക്കും ഇമേജ്. അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ഇമേജിനെ ലെഫ്റ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുന്നതോറും കൂടുതൽ വൈറ്റ് ആയിക്കൊണ്ടിരിക്കും ഇമേജ്. പിന്നെ ഇതിന് നടുക്കുള്ള ഈ മിഡ് ടോൺസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പിന്നെ റൈറ്റ് സൈഡിലോട്ട് സ്വൈപ്പ് ചെയ്യുന്നതോറും ഇമേജ് കൂടുതൽ ആ മിഡ് ടോൺസിലെ പോർഷൻസ് കൂടുതൽ ഡാർക്ക് ആകും. നമ്മൾ ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ മിഡ് ടോൺസ് കൂടുതൽ വൈറ്റ് ആകും. ലെവൽസിൽ നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഔട്ട്പുട്ട് ലെവൽസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഔട്ട്പുട്ട് ലെവൽസ് എന്ന് പറയുന്നത് ഡിഫോൾട്ടായിട്ട് 0 to 255 ആണ്. 0 എന്ന് പറയുന്നതാണ് പ്യുവർ ബ്ലാക്ക്, 255 എന്ന് പറയുന്നതാണ് പ്യുവർ വൈറ്റ്. അപ്പോൾ നമ്മൾ ഡിഫോൾട്ടായിട്ട് നമ്മുടെ സ്പെക്ട്രത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പ്യുവർ ബ്ലാക്ക് ടു പ്യുവർ വൈറ്റ് ആയിട്ടാണ്.
എന്നാൽ നമുക്കതിനെ ഈ ഔട്ട്പുട്ട് ലെവൽസ് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ആ സ്പെക്ട്രത്തിനെ തന്നെ മാറ്റാൻ പറ്റും. 0 to 255 എന്നുള്ള ആ വാല്യൂവിന് പകരം നമ്മൾ നമ്മുടെ ഔട്ട്പുട്ട് ലെവൽസ് സെറ്റ് ചെയ്യുമ്പോൾ ആ സ്പെക്ട്രത്തിൻ്റെ റേഞ്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് പ്യുവർ ബ്ലാക്ക് ടു പ്യുവർ വൈറ്റ് ആയിരുന്നതിനെ ഞാനിപ്പോൾ 0 എന്നുള്ളതിന് വരെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒരു 20 ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പെക്ട്രം സ്റ്റാർട്ട് ചെയ്യുന്നത് പ്യുവർ ബ്ലാക്കിൽ നിന്നല്ല, ആ 20% ബ്രൈറ്റ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ഭാഗത്തേക്കാണ്. ഇനിയിപ്പോൾ ഈ ബ്രൈറ്റസ്റ്റ് പോയിന്റിനെ 255 എന്നുള്ളിടത്ത് നിന്ന് മാറ്റി 200 ആക്കി ഡിഫൈൻ ചെയ്യുമ്പോൾ ആ പ്യുവർ വൈറ്റ് എന്നുള്ളതിൻ്റെ ബ്രൈറ്റ്നെസ് കുറഞ്ഞ് 255 എന്നുള്ള വാല്യൂ എന്ന് പറഞ്ഞ് 200 ആയി. ഇപ്പോൾ നമ്മുടെ സ്പെക്ട്രം സ്റ്റാർട്ട് ചെയ്യുന്നത് പ്യുവർ ബ്ലാക്ക് ടു പ്യുവർ വൈറ്റ് അല്ല, അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഗ്രേയിഷ് പോർഷനിൽ നിന്ന് പ്യുവർ വൈറ്റ് അല്ലാത്ത കുറച്ച് ഗ്രേയിഷ് ആയിട്ടുള്ള ഒരു പോർഷനിലേക്കാണ്. ഇങ്ങനെ നമുക്ക് സ്പെക്ട്രം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കും എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി കാണിച്ചതേ ഉള്ളൂ. ബാക്കി നമുക്ക് നമ്മുടെ ഇമേജിലേക്ക് തന്നെ പോയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഇമേജിൻ്റെ ഹിസ്റ്റോഗ്രാമാണ് ഈ കാണുന്നത്. ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹിസ്റ്റോഗ്രാം അത്ര ആക്യുറേറ്റ് അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് തന്നെ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോഗ്രാം കാൽക്കുലേറ്റ് ചെയ്ത് തരാനോ എന്ന് ചോദിക്കുന്ന ഒരു ഓപ്ഷനാണിത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു, ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ലെഫ്റ്റ് സൈഡിലെ ഈ പിന്നെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഇമേജ് കൂടുതൽ ഡാർക്ക് ആവും. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽസ് ക്ലിപ്പായി പോകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി നമുക്ക് ഓൾട്ട് കീ ഞെക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിപ്പായി പോയോ ഇല്ലയോ എന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഈ വൈറ്റ് ആയിട്ട് കാണുന്നതിന് പകരം മറ്റ് കളറുകൾ കാണാൻ തുടങ്ങുന്ന സമയത്ത് ആ ഡീറ്റെയിൽസ് ക്ലിപ്പായി പോയി, അത് ബ്ലാക്ക് ആയിപ്പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. സോ നമുക്ക് അതിന് മുമ്പേ നമുക്ക് നിർത്താം. ഓക്കെ, നമുക്ക് വൈറ്റ്സും കൂടി കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ ആ ഇമേജിന് കുറച്ചൊരു ബ്രൈറ്റ്നെസ്സും കോൺട്രാസ്റ്റും കിട്ടും. വൈറ്റ്സിനെ കുറച്ച് കൂട്ടാൻ വേണ്ടി റൈറ്റ് സൈഡിലെ പിന്നിന് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് സ്ലൈഡ് ചെയ്യുന്നു. ഓൾട്ട് കീ ഞെക്കുകയാണെങ്കിൽ എന്തോരം ക്ലിപ്പായി പോയെന്ന് കാണാം. ഇത് ജസ്റ്റ് ആ കാരവാൻ്റെ ടോപ്പ് സൈഡ് ക്ലിപ്പായിട്ടുണ്ട്, ബട്ട് ഓൾറെഡി വെള്ളയായിരുന്ന കാരണം കുഴപ്പമില്ല, മതിയാവും. പിന്നെ മിഡ് ടോൺസ്, ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് അങ്ങനെ ഒരു പ്രഖ്യാപിത നിയമങ്ങളൊന്നുമില്ല. നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി നമ്മൾ ഇമേജ് നോക്കിക്കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നല്ലതെന്ന് തോന്നുന്ന നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഒരു പോയിന്റിൽ സെറ്റ് ചെയ്യാം. അതിനെ കുറച്ച് ബ്രൈറ്റ് ആക്കുവാണ്. നമുക്ക് ഇമേജിൻ്റെ ഔട്ട്പുട്ട് ലെവൽസ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. റൈറ്റ് സൈഡിലോട്ട് പോകുന്നതോറും നമ്മൾ ആ ബ്ലാക്ക് എന്നുള്ളതിനെ കൂടുതൽ ഗ്രേയിഷ് ആയിക്കൊണ്ടിരിക്കും. നമ്മുടെ ഇമേജിലെ ബ്ലാക്ക് പോർഷൻസ് എല്ലാം കൂടുതൽ ഗ്രേയിഷ് ആയി മാറിക്കൊണ്ടിരിക്കും. റൈറ്റ് സൈഡിലെ ബ്രൈറ്റ് ആയിട്ടുള്ള പോർഷൻസും കൂടുതൽ ഗ്രേ ആയിക്കൊണ്ടിരിക്കും. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്തുള്ള മറ്റു ഓപ്ഷനാണ് നേരത്തെ നമ്മൾ ബ്രൈറ്റ്നസ് കണ്ട പോലെ തന്നെ ഓട്ടോ ഉണ്ട്. അത് നിൽക്കുമ്പോൾ ഫോട്ടോഷോപ്പ് ഓട്ടോമാറ്റിക്കലി ഒരു സെറ്റ് ചെയ്ത് തരും. അല്ലെങ്കിൽ പിന്നെ ഈ ഓപ്ഷൻ ഇത് ഏത് ലെയറിനെ അത് അഫക്റ്റ് ചെയ്യണമെന്നുള്ളത്, പിന്നെ ഇത് ടോഗിൾ ലാസ്റ്റ് സ്റ്റേറ്റ്, പിന്നെ ഉള്ളത് റീസെറ്റ്, പിന്നെ ഐബോൾ ബട്ടൺ ഉണ്ട്. അത് ഞെക്കുമ്പോൾ ആ ലെയറിൻ്റെ വിസിബിൾ ആയിരിക്കണം, വിസിബിൾ അല്ലയോ എന്നുള്ളത്. പിന്നെ ഡിലീറ്റ് ബട്ടൺ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വേറൊരു പ്രധാനപ്പെട്ട സംഭവം ഉള്ളത്, ഇപ്പം നമ്മൾ സെലക്ട് ചെയ്തിരുന്ന RGB ചാനലാണ്. ഇനി അതുപോലെ ഇവിടെ റെഡും ഗ്രീനും ബ്ലൂവും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് കളറിൻ്റെ മാനിപ്പുലേഷനും ചെയ്യാൻ പറ്റും. നമ്മൾ ഈ കളർ സ്പെക്ട്രത്തെ പറ്റി മനസ്സിലാക്കിയെങ്കിലേ ഉള്ളൂ ഇതിനെ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ വേറൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളത് ഉപയോഗിക്കാനായിട്ടല്ല, അതിൻ്റെ കളറിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലാകാൻ വേണ്ടി ഇതെടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അതായത് റെഡിൻ്റെ ഓപ്പോസിറ്റാണ് സയാൻ എന്ന് പറയുന്ന കളറ്, ഗ്രീനിൻ്റെ ഓപ്പോസിറ്റാണ് മജന്ത എന്ന് പറയുന്ന കളറ്, ബ്ലൂവിൻ്റെ ഓപ്പോസിറ്റാണ് യെല്ലോ എന്ന് പറയുന്ന കളർ. ഇത് നമുക്ക് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ലെവൽസിലെ കളർ ചാനൽസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. അത് പറഞ്ഞ് ഞാൻ കാണിച്ചാണ്, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇനി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം. അപ്പോൾ നമുക്ക് ലെവൽസിലെ കളർ ചാനൽസും കൂടി കാണാം. റെഡ് എന്നുള്ള കളർ ചാനലിൽ ഈ സൈഡിൽ സയാൻ എന്ന് പറയുന്ന കളറും ഈ സൈഡിൽ റെഡും ആയിരിക്കും. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ റൈറ്റ് സൈഡിലേക്ക് പോകുന്നതോറും ഇമേജ് കൂടുതൽ സയാൻ എന്ന് പറയുന്ന കളർ കയറി വരും. നമുക്കത് വേണ്ട. ഞാനിതിനെ കൂടുതൽ ഇച്ചിരി റെഡ് അല്ലെങ്കിൽ ഓറഞ്ച് ഒരു വിൻറ്റേജ് മൂഡിലേക്ക് കൊണ്ടുവരാനാണ് കൂടുതൽ താല്പര്യപ്പെടുന്നത്. കാരണം ഞാൻ ഇതിൻ്റെ റൈറ്റ് സൈഡിലെ പിന്നെ കുറച്ച് ലെഫ്റ്റിലേക്ക് മാറ്റി കുറച്ച് റെഡ് ഷെയ്ഡ് വരുത്തുന്നു. മിഡ് ടോൺസും ഞാൻ ഇച്ചിരി ലെഫ്റ്റിലേക്ക് മാറ്റി കുറച്ച് റെഡ് ഷെയ്ഡ് വരുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ് ഒരു ഇമേജിനെ എങ്ങനെ ആക്കണമെന്നുള്ളത്. എന്ത് മാറ്റം വരും എന്ന് കാണിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു ഫിക്സഡ് വാല്യൂ നമുക്ക് പറയാനോ ഒരു ഇമേജിൽ ഈ വാല്യൂ ആണ് നിങ്ങളെല്ലാ ഇമേജിനും ഉപയോഗിക്കേണ്ടതെന്ന് പറയാനോ പറ്റില്ല. ഓരോ ഇമേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഇത് എഡിറ്റ് ചെയ്യുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അയാളുടെ ക്രിയേറ്റിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഗ്രീൻ ചാനൽ എടുക്കുകയാണെങ്കിൽ ഒരു സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ മജന്ത, റൈറ്റ് സൈഡിൽ ഗ്രീൻ, ലെഫ്റ്റ് സൈഡിലെ പിൻ റൈറ്റിലേക്ക് കുറച്ച് മൂവ് ചെയ്യുകയാണെങ്കിൽ മജന്ത ഷെയ്ഡ് കയറി വരും. നമുക്ക് എപ്പം വേണമെങ്കിലും തിരിച്ചു വന്ന് വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അത് കാരണം ഞാൻ ഗ്രീൻ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഈ ബ്ലൂവിൻ്റെ ചാനലിൽ ലെഫ്റ്റ് സൈഡ് യെല്ലോയും റൈറ്റ് സൈഡ് ബ്ലൂവുമാണ്. ശകലം മാറ്റുന്നുള്ളൂ. റൈറ്റ് സൈഡിലെ ലെഫ്റ്റിലേക്ക് പോകുന്നതോറും കൂടുതൽ ബ്ലൂ ആവും. പക്ഷെ അഡ്ജസ്റ്റ് ചെയ്ത് വന്നപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇത്രയും ബ്ലൂയിഷ് ഒരു ഷെയ്ഡ് വന്നത് എനിക്കിഷ്ടമായി. തൽക്കാലം ഞാൻ അവിടെ നിർത്തുന്നു.
ഈ ഔട്ട്പുട്ട് ലെവൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഹൈലൈറ്റഡ് പോർഷൻസിൽ ലേശം യെല്ലോ ഷെയ്ഡ് നമുക്ക് കുറച്ച് വരുത്താൻ സാധിക്കും. ഇതിൽ കുറച്ച് പ്രീസെറ്റ്സ് അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ വേറെ കുറച്ച് ഓട്ടോമാറ്റിക് ഓപ്ഷൻസും കൂടി അവൈലബിൾ ആണ് ഓട്ടോ ഓപ്ഷൻസിൽ. പക്ഷേ നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് പരീക്ഷിച്ച് നോക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിൽ ഞാൻ ക്വിക്കായിട്ട് വേറെ കുറച്ച് എഡിറ്റും കൂടി ചെയ്യുകയാണ്. ഈ പൈപ്പുകൾ ഒരു ഡിസ്ട്രാക്ഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഞാനതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഇവിടെ കാണുന്ന സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ ഉപയോഗിക്കുന്നു. ജെ ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. സൂം ചെയ്യാൻ വേണ്ടി നമുക്ക് Ctrl+ അടിക്കുകയാണെങ്കിൽ ഇത് സൂം ചെയ്യാൻ പറ്റും. സൂം ചെയ്ത് ഈ ഇമേജിലെ നമുക്ക് വേണ്ട ഭാഗത്തേക്ക് പോകണമെങ്കിൽ സ്പേസ് ബാറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഹാൻഡ് ടൂളായി മാറും. സ്പേസ് ബാർ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട പൊസിഷനിലേക്ക് നമുക്ക് മാറ്റി വെക്കാൻ സാധിക്കുന്നുണ്ട്. സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത്യാവശ്യം ചെറിയ സാധനങ്ങളെല്ലാം നന്നായിട്ട് തന്നെ റിമൂവ് ചെയ്ത് തരും. ഇനി അതിലും കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവങ്ങൾ റിമൂവ് ചെയ്യാനായിട്ട് മറ്റു പല ഓപ്ഷൻസ് ഫോട്ടോഷോപ്പിലുണ്ട്. അതിനെപ്പറ്റി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ സൂം ഔട്ട് ചെയ്യാൻ വേണ്ടി Ctrl- ഞെക്കിയാൽ മതി, അല്ലെങ്കിൽ Ctrl-0 പ്രസ് ചെയ്യുകയാണെങ്കിൽ ഫിറ്റ് ടു സ്ക്രീൻ എന്നുള്ള സൂം ലെവലിലേക്ക് അത് ഓട്ടോമാറ്റിക്കലി പോകും. ഇനി ഇതിനെ കളർ ഒരു ഇച്ചിരി കൂട്ടാനായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിലെ സാച്ചുറേഷൻ വൈബ്രൻസ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് വൈബ്രൻസ് ഒരു ശകലം കൂട്ടി കളർ കൂട്ടാൻ വേണ്ടി ഞാൻ വൈബ്രൻസ് എന്ന് പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറാണ് ഉപയോഗിച്ചത്. അതിനെപ്പറ്റി നമ്മൾ വിശദമായിട്ട് മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറുകൾ കൊണ്ട് നമ്മൾ ഈ പടത്തിന് എന്തൊക്കെ മാറ്റം വന്നതെന്ന് അറിയാനായിട്ട് ഈ എല്ലാ പടവും സെലക്ട് ചെയ്ത് ഞാൻ ഒരു ഗ്രൂപ്പ് ആക്കുകയാണ്. ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു പടത്തെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറുകൾ ഉപയോഗിച്ച് ഇങ്ങനെ എഡിറ്റ് ചെയ്തു. നമ്മൾ മെയിനായിട്ട് ഉപയോഗിച്ചത് ലെവൽസും പിന്നെ അതിനെ കളർ കൂട്ടാൻ വേണ്ടി വൈബ്രൻസും ആണ് ഉപയോഗിച്ചത്. ലെവൽസ് എന്ന് പറയുന്ന ഒറ്റ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും മാറ്റം വരുത്തിയത്. പിന്നെ നമ്മൾ വൈബ്രൻസിൽ ചെറുതായിട്ട് ആ കളർ ഒന്ന് പോപ്പ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റിനേക്കാളും കുറച്ചും കൂടി പോസിബിലിറ്റീസ് കൂടുതലുള്ളതാണ് ലെവൽസ് എന്ന് പറയുന്നത്. അത് കാരണം നമ്മൾ ബ്രൈറ്റ്നസ്സിൽ കൂടുതൽ മാറ്റങ്ങളൊന്നും വരുത്തിയില്ല. അത് നമ്മൾ റീസെറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം നമ്മൾ കംപ്ലീറ്റ് ലെവൽസിലാണ് മാറ്റങ്ങൾ വരുത്തിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ പ്രധാനമായിട്ടും കണ്ടത് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിലെ ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റും ലെവൽസും ആണ്. എന്തെങ്കിലും മനസ്സിലാകാത്തതോ സജഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.